പാകിസ്ഥാന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. മനുഷ്യാവകാശങ്ങളും പൗരന്മാരുടെ മൗലിക അവകാശവും സംരക്ഷിക്കണമെന്ന് പാക് ഭരണകൂടത്തോട് വൈറ്റ് ഹൌസ് വക്താവ് മാത്യു മില്ലർ. ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന PTI റാലി ഭരണകൂടം അടിച്ചമർത്തിയിരുന്നു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഏത് സാഹചര്യത്തിലാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാന് മേൽ വന്നിരിക്കുന്നത്? പ്രത്യേകിച്ച് മനുഷ്യാവകാശങ്ങളും പൗരന്മാരുടെ മൗലിക അവകാശങ്ങളും സംരക്ഷിക്കണം എന്ന നിലപാടുമായി. രോഹിണി, തീർച്ചയായും ഈ അടുത്ത ദിവസങ്ങളിലായി നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസമാണ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബംഗ്ലാദേശിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോൾ വളരെ കൃത്യമായൊരു നിലപാട് വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സമാനമായൊരു നിലപാട് പാകിസ്ഥാനിലും ഉണ്ടാകുമ്പോൾ, അതായത് അതിക്രമങ്ങളെയല്ല മറിച്ച് ന്യായമായ പ്രതിഷേധങ്ങളെ അതിക്രമങ്ങളിലൂടെ അടിച്ചമർത്താനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കുന്നു എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് അമേരിക്ക തുടർച്ചയായി പ്രഖ്യാപിക്കുന്നത്. അത് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും കാര്യത്തിൽ അത് കൃത്യമായി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമുള്ളൊരു വിഷയം. ഭരണഘടനയെ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ്റെ പാർട്ടി നടത്തിയ പ്രതിഷേധങ്ങളെ ഇന്നലെ അതിശക്തമായി നേരിടുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. മനുഷ്യാവകാശങ്ങളെയും അതുപോലെ തന്നെ പൗരൻ്റെ സ്വാതന്ത്ര്യത്തോടെ പ്രതികരിക്കാനുള്ള അവകാശത്തെയും തകർക്കുന്ന ഒരു നീക്കത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല എന്ന് വളരെ കൃത്യമായി മാത്യു മില്ലർ പറയുന്നുണ്ട്. നേരത്തെയും ബംഗ്ലാദേശിലെ വിഷയത്തിലും ഇതേ നിലപാട് തന്നെയാണ് അദ്ദേഹം നടത്തിയത്. ബംഗ്ലാദേശിലായാലും പാകിസ്ഥാനിലായാലും സമാന നിലപാട് ആ മേഖലയിലെ രണ്ട് രാജ്യങ്ങളിൽ തന്നെ സംഭവിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഭീകരതയ്ക്കെതിരെ കൃത്യമായ നിലപാട് അമേരിക്ക എടുത്തിരിക്കുന്നു എന്നതാണ് ഈ നിലപാടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, മനുഷ്യാവകാശങ്ങളെ അടിച്ചമർത്തുന്നതും അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അതുവിൻ്റെ ജനാധിപത്യപരമായി പ്രതികരിക്കാനുള്ള അവകാശങ്ങളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും അമേരിക്ക പുറകോട്ട് പോകില്ല. അത്തരം ഏത് നീക്കങ്ങൾ ലോകത്തെവിടെ ഉണ്ടായാലും അതിനെതിരെ തന്നെയാണ് അമേരിക്കയുടെ നിലപാട് എന്ന് പറയുമ്പോൾ കൃത്യമായും സൂചന നൽകുന്നത് പാകിസ്ഥാനിൽ നടന്ന വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിലും ഈ മേഖലയിലുണ്ടാകുന്ന ഭരണകൂട ഭീകരതയെ അതിശക്തമായി എതിർക്കും അമേരിക്ക എന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.